ഓം സദ്ഗുരുവേ നമ. ഓം ശ്രീ സായിനാഥായ നമ. സദാ സത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തേച്ഛയാമാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരു സായിനാഥം. ശ്രീ സായി സച്ചരിതത്തിലെ അധ്യായം 48 ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു. ഈ അധ്യായം തുടങ്ങുമ്പോൾ ആരോ ഹേമത് പാന്തിനോട് സായി ബാബ സദ്ഗുരുവോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി സദ്ഗുരുവിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി ഹേമത് പന്ത് പറയുന്നു. സദ്ഗുരുവിൻ്റെ ലക്ഷണങ്ങൾ: നമ്മെ വേദങ്ങളും വേദാന്തങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിപ്പിക്കുകയും പ്രാണായാമം ചെയ്യുകയും ദേഹങ്ങളിൽ നിന്ന് വിഷ്ണുമുദ്ര ലോഹം പഴിപ്പിച്ചു വെച്ചുണ്ടാക്കിയും ബ്രഹ്മനെപ്പറ്റി മധുരപ്രഭാഷണങ്ങൾ നടത്തിയും ശിഷ്യന്മാർക്ക് മന്ത്രോപദേശം ചെയ്ത് ഒരു പ്രത്യേക സംഖ്യ വരെ ഉരുക്കഴിക്കൽ നിർദ്ദേശിച്ച് അതേസമയം അത്രയും ഉരുക്കഴിച്ചാലുള്ള ഫലത്തെപ്പറ്റി യാതൊരുറപ്പും കൊടുക്കാതിരിക്കുകയും സമർത്ഥമായ വാക്കുകൾ കൊണ്ട് സുന്ദരമായ രൂപത്തിൽ പരമാത്മ തത്വത്തെ വർണ്ണിക്കുകയും അതേസമയം സ്വന്തമായ അനുഭവങ്ങളോ ബ്രഹ്മജ്ഞാനമോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആൾ സദ്ഗുരുവല്ല. യാതൊരുവൻ തൻ്റെ പ്രഭാഷണം കൊണ്ട് നമ്മൾ ഇഹത്തിലും പരത്തിലുമുള്ള ഭോഗങ്ങളിൽ അനാസക്തി വളർത്തുകയും നമുക്ക് ബ്രഹ്മജ്ഞാനം സമ്പാദിക്കുന്നതിൽ താല്പര്യമുണ്ടാക്കി തരികയും പ്രായോഗികമായും സൈദ്ധാന്തികമായും തന്നെത്താൻ അനുഭവസമ്പന്നരായിരിക്കുകയും ചെയ്യുന്നുവോ അദ്ദേഹം സദ്ഗുരു എന്ന സ്ഥാനത്തിന് അർഹനാണ്. സ്വന്തമായി ബ്രഹ്മജ്ഞാനമില്ലാത്തവൻ എങ്ങനെ അത് ശിഷ്യന് നൽകും? സദ്ഗുരു സ്വപ്നത്തിൽ പോലും ശിഷ്യനിൽ നിന്ന് യാതൊരു സേവനമോ ലാഭമോ പ്രതീക്ഷിക്കുന്നില്ല. ഗുരു താൻ മഹാനും ശിഷ്യൻ എളിയവനുമാണെന്ന് കരുതുന്നില്ല. ശിഷ്യനെ നിർവിശേഷം കരുതി തനിക്ക് തുല്യനും ബ്രഹ്മവുമാണെന്നാണ് സദ്ഗുരു വിശ്വസിക്കുന്നത്. സദ്ഗുരുവിൻ്റെ പ്രധാന ലക്ഷണം ഗുരു ശാന്തിയുടെ ആവാസ കേന്ദ്രമായിരിക്കുമെന്നാണ്. അദ്ദേഹം ഒരിക്കലും വിശ്രമഹീനമായോ പരിഭ്രാന്തിയോടെയോ പെരുമാറുകയില്ല. സ്വന്തം പാണ്ഡിത്യത്തിൽ ഗർവുമില്ല. ദരിദ്രനും ധനികനും എളിയവനും മഹാനും എല്ലാം ഗുരുവിന് ഒരുപോലെയാണ്. ഹേമത് പാന്ത് കരുതുന്നത് മുൻജന്മ സുഹൃതങ്ങളൊക്കെ കൊണ്ടാണ് തനിക്ക് ഇത്രയും മഹാത്മാവായ ഒരു സദ്ഗുരുവായ സായിബാബയെ കണ്ടുമുട്ടാനും അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞതെന്നാണ്. പൂർണ്ണ യൗവനത്തിൽ പോലും ബാബ ചില്ലിയും അല്ലാതെ യാതൊന്നും സമ്പാദിക്കാൻ നോക്കിയില്ല. ബാബയ്ക്ക് കുടുംബമോ സുഹൃത്തോ വീടോ മറ്റാലംബമോ ഇല്ല. 18 വയസ്സിൽ തന്നെ ബാബയുടെ മനോനിയന്ത്രണം അനിതര സാധാരണവും പരിപൂർണവുമായിരുന്നു. അന്നും നിർഭയനായി വിജനസ്ഥലത്തിലിരുന്ന് ആത്മനിൽ ധ്യാനനിരതനാവുമായിരുന്നു. ഭക്തന്മാരുടെ പരിശുദ്ധ സ്നേഹത്തിൽ തൽപരനായി അവരുടെ ഗുണത്തിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഒരു അളവോളം ബാബ ഭക്തന്മാരെ ആശ്രയിച്ചിരുന്നുവെന്നും പറയാം. ബാബ ജീവിച്ചിരിക്കുമ്പോഴും മഹാസമാധിക്കു ശേഷവും ഭക്തന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ മഹാനുഭവങ്ങൾ വർണ്ണാതീതങ്ങളാണ്. ഭക്തന്മാർ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അവർ വിശ്വാസവും ഭക്തിയും സമ്മിളിതമായ ഹൃദയദീപത്തിൻ്റെ തിരിനീട്ടിക്കൊടുക്കുവാൻ തയ്യാറായി അതിൽ പ്രേമത്തിൻ്റെ കൈത്തിരി കത്തിച്ചു വെച്ചാൽ വിജ്ഞാപനത്തിൻ്റെ ദീപശിഖ ശോഭയോടുകൂടി വെട്ടിത്തിളങ്ങും. പ്രേമശൂന്യമായ പാണ്ഡിത്യം വരേണ്ടതാണ്. ആർക്കും അത്തരം പാണ്ഡിത്യം ആവശ്യമില്ല. പ്രേമശൂന്യതയിൽ സംതൃപ്തിയില്ല. അതുകൊണ്ട് നമുക്ക് അവിഛിന്നവും സീമാതീതവുമായ പ്രേമമാണ് വേണ്ടത്. ഈ പ്രേമത്തെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? മറ്റെന്തും അതിനു മുന്നിൽ നിഷ്പ്രഭങ്ങളാണ്. പ്രേമരഹിതമായി ചെയ്യുന്ന വായനയും ശ്രവണവും പഠനവുമെല്ലാം നിഷ്പ്രയോജനമാണ്. പ്രേമം ഉണർന്നാൽ ഭക്തിയും നിസ്സംഗഭാവവും സമാധാനവും മുക്തിയും അവയുടെ എല്ലാ സമ്പന്നതകളോടും ശക്തിയോടും കൂടി തന്നെ എത്തിച്ചേരുന്നു. നാം ആത്മാർത്ഥമായി പരിശ്രമിക്കാതെ ഈ ശുദ്ധപ്രേമം കൈവരുന്നതല്ല. എവിടെ ശുദ്ധമായ ആഗ്രഹവും അനുഭൂതിയുമുണ്ടോ അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. അതിൽ പ്രേമം ഉൾക്കൊണ്ട് അത് മോക്ഷമാർഗമായി തീരുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാന കഥയിലേക്ക് മടങ്ങാം. ഏതെങ്കിലും ഒരാൾ പരിശുദ്ധ മനസ്സാലെയോ അല്ലാതെയോ ഒരു ഋഷിയുടെ അടുക്കൽ പോയി പാദങ്ങളിൽ നമസ്കരിച്ചാൽ അവസാനം അയാൾ രക്ഷപ്പെടുമെന്നുറപ്പാണ്. അത് താഴെ കാണുന്ന കഥ കൊണ്ട് സൂചിപ്പിക്കുന്നു. മിസ്റ്റർ ശിവടെ അക്കൽക്കോട്ടുകാരനായ സപ്നേക്കർ നിയമം പഠിക്കുകയായിരുന്നു.
ഒരു സതീർത്ഥ്യനായ ശിവടെ അയാളെ കണ്ടു. മറ്റു സതീർത്ഥ്യരെയും അവരോടൊപ്പം ചേർന്ന് പരീക്ഷയ്ക്കുള്ള വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. അങ്ങനെ സംസാരിച്ചതിൽ ശിവടെ ഒന്നും കാര്യമായി പഠിച്ചിട്ടില്ലെന്നും എല്ലാവരും അയാളെ പരിഹസിച്ചു. അയാൾ അതിന് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും സായിബാബ തന്നെ സഹായിക്കുമെന്നും പരീക്ഷയിൽ താൻ വിജയിക്കുമെന്നും തീർത്തു പറഞ്ഞു. സബ്നേക്കർ ഇത് കേട്ട് അതിശയിച്ചു. അയാൾ ശിവടയെ വിളിച്ച് അയാൾ ഇത്ര കാര്യമായി പറയുന്ന സായിബാബ ആരാണെന്ന് ചോദിച്ചു. അയാൾ അതിന് ഷിർദിയിലെ ഒരു മസ്ജിദിൽ ഒരു ഫക്കീർ താമസിക്കുന്നുണ്ട്. ഫക്കീർ ഒരു സൽപുരുഷനാണ്. മറ്റു പല ഋഷിമാരും ഉണ്ടായിരിക്കാം. ഫക്കീർ അതീതനാണ്. അത്യധികം പൂർവ്വജന്മ സുഹൃതമുള്ളവർക്ക് ഫക്കീറിനെ കാണാൻ തന്നെ പറ്റുകയുള്ളൂ. ഞാൻ ഫക്കീറിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഫക്കീർ പറഞ്ഞാൽ വെറുതെയാവില്ല. ഫക്കീർ തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത വർഷം ജയിക്കുമെന്ന്. അവസാന പരീക്ഷയിൽ ഫക്കീറിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ജയിക്കും. സബ്നേക്കർ സുഹൃത്തിൻ്റെ വിശ്വാസം കണ്ട് പുച്ഛിച്ച അയാളെയും സായിബാബയെയും കളിയാക്കി ചിരിച്ചു. സബ്നേക്കറും കുടുംബവും. സബ്നേക്കർ പരീക്ഷയിൽ ജയിച്ച് അക്കൽക്കോട്ടിൽ വക്കീലായി പ്രാക്ടീസ് തുടങ്ങി. അതിന് 10 കൊല്ലങ്ങൾക്ക് ശേഷം 1913 അയാളുടെ ഏകപുത്രൻ തൊണ്ടരോഗത്താൽ മരിച്ചു. അയാൾക്കത് വളരെയധികം ഹൃദയത്തിൽ കൊണ്ടു. സമാധാനത്തിന് വേണ്ടി പണ്ഡർപൂർ, ഗംഗാപൂർ മുതലായ സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര പോയി. മനഃശാന്തി എന്നിട്ടും കിട്ടിയില്ല. പിന്നീട് വേദാന്തം പഠിച്ചു. എന്നിട്ടും ഗുണമുണ്ടായില്ല. അപ്പോൾ ശിവടയുടെ വാക്കുകളും അയാളുടെ ബാബയിലുള്ള വിശ്വാസവും ഓർമ്മയിൽ വന്ന് തനിക്കും ഷിർദിയിൽ പോയി ബാബയെ കാണണമെന്ന് ആഗ്രഹം ജനിച്ചു. അയാൾ അനുജൻ പണ്ഡിറ്റ് റാവുവിനെയും കൂട്ടി ഷിർദിയിൽ പോയി ബാബയെ ദൂരെ വെച്ച് കണ്ടു തന്നെ വളരെ സന്തുഷ്ടനായി. അയാൾ അടുത്ത് ചെന്ന് ഭക്തിയോടുകൂടി നമസ്കരിച്ച് ഒരു നാളികേരം കാണിക്ക വെച്ചപ്പോൾ ബാബ കടന്നുപോ എന്നലറി. സബ്നേക്കർ തല താഴ്ത്തി അവിടെ നിന്ന് മാറി ഒരിടത്തിരുന്നു. അയാൾക്കിനി എന്തു ചെയ്യണമെന്ന് ആരോടെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആരോ ബാല ഷിംബിയെ കാണാൻ പറഞ്ഞു. സബ്നേക്കർ അയാളെ കണ്ട് സഹായം അപേക്ഷിച്ചു. അവർ ബാബയുടെ പടങ്ങൾ വാങ്ങി അവയുമായി മസ്ജിദിൽ വന്നു. ബാല ഷിംബി അതിലൊരു ഫോട്ടോ എടുത്ത് ബാബയ്ക്ക് കൊടുത്ത് അതാരുടെ ഫോട്ടോ ആണെന്ന് ചോദിച്ചു. ബാബ ആ ഫോട്ടോ അയാളുടെ ചാരൻ്റേതാണെന്ന് പറഞ്ഞ് സബ്നേക്കറിനെ ചൂണ്ടിക്കാട്ടി. ബാല ഷിംബി ബാബയോട് ചിരിച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ച് സബ്നേക്കറെ അടുക്കൽ വിളിച്ച് ദർശനം ചെയ്യാൻ കാണിച്ചു. സബ്നേക്കർ നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ബാബ വീണ്ടും കടന്നുപോ എന്നലറി. സബ്നേക്കർ എന്തു ചെയ്യണമെന്നറിയാതെയായി. പിന്നീട് അവർ രണ്ടുപേരും കൈകൂപ്പി ബാബയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാബ അവസാനമായി സബ്നേക്കറിനോട് ഉടനെ കടന്നു പോവാനായി തീർത്തു പറഞ്ഞു. രണ്ടുപേരും ദുഃഖിതരും നിരാശരൂപവുമായി. ബാബയുടെ കൽപ്പന ലംഘിക്കുവാൻ നിവൃത്തിയില്ലാത്തതിനാൽ സബ്നേക്കർ വിനീതനായി അടുത്ത പ്രാവശ്യമെങ്കിലും ദർശനം കിട്ടാൻ അനുവാദം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഷിർദി വിട്ടു. മിസ്സിസ് സബ്നേക്കർ 1 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടും അയാൾക്ക് മനഃശാന്തി ഉണ്ടായില്ല. അയാൾ ഗംഗാപൂരിൽ പോയി അവിടെ വെച്ച് കൂടുതൽ മനസമാധാനമില്ലാതെയായി. പിന്നീട് മാദിഗാവോണിൽ വിശ്രമത്തിന് പോയി. അവിടെ നിന്ന് കാശിക്ക് പോവാൻ തീരുമാനിച്ചു. പോകുന്നതിൽ 2 ദിവസങ്ങൾ മുമ്പ് അയാളുടെ ഭാര്യയ്ക്ക് ഒരു ദർശനമുണ്ടായി. സ്വപ്നത്തിൽ അവർ ഒരു കുടവുമായി വന്ന് ലക്ഷായുടെ കിണറിനടുകിലേക്ക് പോവുകയായിരുന്നു. അവിടെ ഒരു വേപ്പ് മരച്ചുവട്ടിലിരിക്കുന്ന തലയിൽ ഒരു തുണി കെട്ടിയ ഫക്കീർ അവരുടെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മോളെ, എന്തിനാ വെറുതെ ക്ഷീണിക്കുന്നത്? ഞാൻ നിന്റെ പാത്രത്തിൽ ശുദ്ധജലം നിറച്ചു തരാം. അവർ ഫക്കീറിനെ പേടിച്ച് കാലിപാത്രവുമായി മടങ്ങിപ്പോന്നു. ഫക്കീർ പിന്നാലെ വന്നു. അപ്പോഴേക്കും ഉണർന്ന് കണ്ണു തുറന്നു. അവർ ഈ ദർശനത്തെപ്പറ്റി ഭർത്താവിനോട് പറഞ്ഞു. ഇതൊരു ശുഭസൂചനയായി കരുതി അവർ രണ്ടുപേരും ഷിർദിയിലേക്ക് പുറപ്പെട്ടു. അവർ മസ്ജിദിൽ വന്നപ്പോൾ ബാബയില്ലായിരുന്നു. ബാബ ലണ്ടി തോട്ടത്തിലേക്ക് പോയിരുന്നു. ബാബ വരുന്നവരെ കാത്തുനിന്നു. ബാബ വന്നപ്പോൾ തൻ്റെ സ്വപ്നത്തിൽ കണ്ട ഫക്കീർ തന്നെയാണ് ബാബ എന്ന് കണ്ട് മിസ്സിസ് സബ്നേക്കർ വിസ്മയിച്ചു. അവർ ബഹുമാനത്തോടെ ബാബയെ നമസ്കരിച്ച് കാൽക്കൽ ഇരുന്നു. അവരുടെ ഭക്തി വിനയങ്ങൾ കണ്ട് ബാബ സന്തുഷ്ടനായി. പ്രത്യേക തരത്തിൽ മറ്റൊരാളോടായി ഒരു കഥ പറഞ്ഞു. എൻ്റെ കൈകളും വയറും അരക്കെട്ടും വളരെ കാലമായി വേദനിക്കുന്നു. ഞാൻ പല മരുന്നുകൾ കഴിച്ചിട്ടും വേദന മാറിയില്ല. ഒരു ഗുണവും കിട്ടാഞ്ഞിട്ട് എനിക്ക് മരുന്നുകൾ മടുത്തു. പക്ഷേ ഇപ്പോൾ എല്ലാ വേദനയും പെട്ടെന്ന് മാറിയതിനാൽ ഞാൻ വിസ്മയിക്കുകയാണ്. പേരൊന്നും പറഞ്ഞില്ലെങ്കിലും അത് മിസ്സിസ് സബ്നേക്കറുടെ കഥയാണ്. അവരുടെ എല്ലാ വേദനകളും ഉടനെ മാറി. അവർ സന്തുഷ്ടയായി. പിന്നീട് സബ്നേക്കർ ദർശനത്തിനായി ചെന്നു. ബാബ മുമ്പത്തെ പോലെ തന്നെ കടന്നു പോ എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം അയാൾ കൂടുതൽ ശാന്തനും
ഉത്സാഹിയുമായിരുന്നു. തൻ്റെ പൂർവ്വകർമ്മത്തിന് ഫലമായാണ് ബാബ അങ്ങനെ പറയുന്നതെന്നും താൻ അതിന് പ്രതിവിധി ചെയ്യുമെന്നും അയാൾ പറഞ്ഞു. അയാൾ ബാബയെ ഒറ്റയ്ക്ക് കണ്ട് പൂർവ്വകർമ്മങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ അയാൾ ചെയ്തു. അയാൾ ശിരസ് ബാബയുടെ പാദങ്ങളിൽ വെച്ചപ്പോൾ ബാബ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അയാൾ ബാബയുടെ കാലുകൾ തലോടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഇടയ പെൺ വന്നു ബാബയുടെ അരക്കെട്ട് തലോടിക്കൊണ്ടിരുന്നു. ബാബ തൻ്റെ സ്വാഭാവികമായ രീതിയിൽ ഒരു ബനിയനുടെ കഥ പറയാൻ തുടങ്ങി. അയാളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പറഞ്ഞതിൽ അയാളുടെ ഏകപുത്രൻ മരിച്ചുവെന്നും സബർനേക്കർ ബാബ പറയുന്നത് തൻ്റെ കഥയാണെന്നും ബാബ അവ എങ്ങനെ അറിഞ്ഞുവെന്നും കരുതി വിസ്മയപ്പെട്ടു. ബാബ സർവാന്തർയാമിയും എല്ലാവരുടെയും ഹൃദയത്തിലുള്ളത് അറിയുന്ന ദേഹവുമാണെന്ന് അയാൾക്ക് ബോധ്യമായി. ഈ വിചാരം മനസ്സിലുദിച്ച ഉടനെ ബാബ ഇടയ പെണ്ണിനോടായ സബർനേക്കർ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞാനാണ് ഇവൻ്റെ മകനെ കൊന്നതെന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ ജനങ്ങളുടെ കുട്ടികളെ കൊല്ലലുണ്ടോ? ഇവൻ എന്തിനാണ് മസ്ജിദിൽ വന്ന് കരയുന്നത്? ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അതേ മകനെ തന്നെ അവരുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാം. ഇതും പറഞ്ഞ് അയാളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഈ പാദങ്ങൾ പ്രാചീനങ്ങളും പുണ്യങ്ങളുമാണ്. നിനക്കിനി ഒന്നും ഭയപ്പെടാനില്ല. എന്നിൽ എല്ലാ വിശ്വാസവും അർപ്പിക്കുക. നിന്റെ കാര്യം സാധിക്കും. സബർനേക്കർ വികാരവിചിന്തിതനായി ബാബയുടെ പാദങ്ങൾ കണ്ണീർ കൊണ്ട് കഴുകി മനസമാധാനത്തോടെ താമസ സ്ഥലത്തേക്ക് മടങ്ങി. പിന്നീട് അയാൾ പൂജയ്ക്കും നൈവേദ്യത്തിനും ഒരുക്കി ഭാര്യയോടുകൂടി മസ്ജിദിലേക്ക് വന്നു. നിത്യവും ബാബയെ പൂജിച്ച് ബാബയോട് പ്രസാദം വാങ്ങും. മസ്ജിദിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നു. സബർനേക്കർ മസ്ജിദിൽ പോയി ബാബയെ വീണ്ടും വീണ്ടും വണങ്ങും. തലകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് കണ്ട ബാബ സബർനേക്കറിനോട് പറഞ്ഞു: എന്തിനാണ് നീ എപ്പോഴും വന്ന് നമസ്കരിക്കുന്നത്? ഭക്തിയോടും സ്നേഹത്തോടും കൂടി ചെയ്യുന്ന ഒരു നമസ്കാരം മതിയല്ലോ. അന്ന് രാത്രി സബർനേക്കർ ചാവടി എഴുന്നള്ളത്ത് കണ്ടു. ആ എഴുന്നള്ളത്തിൽ ബാബ പാണ്ഡുരംഗനെ പോലെയായിരുന്നു. പിറ്റേന്ന് പോവാൻ സമയത്ത് സബർനേക്കർ 1 ഉറുപ്പിക കൂടി കൊടുക്കാനും മടക്ക യാത്രയ്ക്ക് വേണ്ടത് കരുതാനും തീരുമാനിച്ചു. മസ്ജിദിൽ പോയി 1 ഉറുപ്പിക ദക്ഷിണ കൊടുത്തപ്പോൾ അയാൾ ഉദ്ദേശിച്ച പോലെ ബാബ 1 ഉറുപ്പിക കൂടി ദക്ഷിണ ചോദിച്ചു വാങ്ങി. അയാളെ അനുഗ്രഹിച്ചു പറഞ്ഞു: ഈ നാളികേരം എടുത്തോളൂ. അത് ഭാര്യയുടെ മടിയിൽ വെക്കണം. മനസമാധാനത്തോടുകൂടിയും നിർഭയരായും പൊയ്ക്കൊള്ളിൻ. അയാൾ അങ്ങനെ പ്രവർത്തിച്ചു. 1 കൊല്ലത്തിനകം അവർക്കൊരു മകൻ ജനിച്ചു. അവന് 8 മാസം പ്രായമുള്ളപ്പോൾ മകനെയും കൊണ്ട് വീട്ടിൽ ഷിർദിയിൽ വന്ന് കുട്ടിയെ ബാബയുടെ പാദങ്ങളിൽ വെച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു: സായിനാഥ, ഞങ്ങൾക്ക് എങ്ങനെയാണ് അവിടുത്തോടുള്ള കടപ്പാട് തീർക്കേണ്ടതെന്നോ നന്ദി പറയേണ്ടതെന്നോ അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ മുന്നിൽ പ്രണാമം ചെയ്യുക മാത്രം ചെയ്യുന്നു. സാധുക്കളും നിസ്സഹായരുമായി ഞങ്ങളെ അനുഗ്രഹിച്ചാലും അവിടുത്തെ പുണ്യങ്ങളായ പാദങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ അഭയസ്ഥാനം. പല ചിന്തകളും ഞങ്ങളെ ജാഗ്രതയിലും സ്വപ്നത്തിലും അലട്ടുന്നു. ഞങ്ങളുടെ മനസ്സിനെ അവയിൽ നിന്ന് വേർപ്പെടുത്തി അങ്ങയുടെ ഭജനയിൽ വ്യാപ്തമാക്കി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. മകനെ മുരളീധർ എന്ന് പേരിട്ടു. പിന്നീട് 2 പേരും കൂടി ഭാസ്കറും ദിനകറും കൂടി പിറന്നു. സബർനേക്കർ ദമ്പതികൾക്ക് ബാബയുടെ വാക്കുകൾ ഒരിക്കലും വെറുതെയാവില്ലെന്ന് ബോധ്യപ്പെട്ടു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സായിനാഥായ നമഃ. ശ്രീ സായി ബാബ 48-ാം അധ്യായം ശ്രീ സായി ബാബയുടെ തൃപാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഓം സദ്ഗുരുവേ നമഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിറാം. ശ്രീ സായി സച്ചരിതം കേൾക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.